എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ മറൈൻ ബോട്ടിൽ ഒരുപാട് മറൈൻ കപ്പലുകൾ അങ്ങനെ കിടക്കുകയാണ്. അവക്കിജിയും കാർപ്പും അവർ രണ്ടുപേരും കപ്പലുകളിലൊക്കെ പഞ്ച് ചെയ്ത് അത് റിപ്പയർ ചെയ്യാണ്. ആക്ച്വലി ഒരു ഫ്ലാഷ് ബാക്ക് ആയതുകൊണ്ട് തന്നെ അവക്കിജിയും കാർപ്പും അവർ രണ്ടുപേരും ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോഴായിരിക്കും ജാങ്കോയും ഫുൾ ബോഡിയും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരികയാണ്. ചില നേവിയിലെ ജൈന്റ് കപ്പലുകൾ അതവിടെ തകർന്നു കിടക്കുന്നതായിട്ട് അവർ കാണും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം നേവിയുടെ കപ്പൽ ഭയങ്കര സ്ട്രോങ് ആണ്. ആ കപ്പലുകളെ ആരോ പഞ്ച് ചെയ്ത് തകർത്തിരിക്കുകയാണ്. പഞ്ചിങ് ബാക്സ് ആയിട്ടാണ് അവർ ആ നേവി കപ്പലുകളെ യൂസ് ചെയ്യുന്നത്. വൈസ് അഡ്മിറൽ കാർപ്പും അവക്കിജിയും അവർ രണ്ടുപേരുമാണ് ഇത് പഞ്ചിങ് ബാക്സ് ആയിട്ട് ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കും. അവരാണെങ്കിൽ ആ കാര്യം കണ്ട് ഷോക്കാവും. അവർ രണ്ടുപേരും അവരുടെ ഹോക്കി പവർ ഉപയോഗിക്കാതെ റിയൽ പവർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ട്രെയിനിങ് എടുക്കുക. അവരുടെ റിയൽ പവർ കൊണ്ട് തന്നെ അവർക്ക് അത്രയും വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കുകയാണ്. കാർപ്പാണെങ്കിൽ അവന്റെ കൈയൊക്കെ ചുരുട്ടി അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അവന്റെ തൊട്ട് മുൻപിൽ ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റ് ഒരു ജയന്റ് അങ്ങനെ നിൽക്കുകയാണ്. ബ്ലാക്ക് ബിയർഡിന്റെ ബാക്കിയുള്ള ചോട്ടാ മോട്ട അസിസ്റ്റൻസ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, ഞങ്ങളെ സേവ് ചെയ്യാനായിട്ട് ഒരാളെത്തിയെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. കാർപ്പിനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. കാർപ്പാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് എടുത്തു ചാടി അവന്റെ നെഞ്ചത്ത് തന്നെ ഒരൊറ്റ പഞ്ച്. ആ ഒരു പഞ്ചിൽ ആ ഒരു സ്ഥലം തന്നെ കിടുങ്ങി വിറച്ച് അവൻ ഫ്ലൈ ചെയ്ത് കടലിലേക്ക് പോയി അടിച്ചു വീഴും. നേവിക്കാരാണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. കാർപ്പിന്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് അവരപ്പോഴായിരിക്കും തിരിച്ചറിയുക. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി കടലിലേക്ക് തന്നെ നോക്കും. അവൻ ആ കടലില് മുങ്ങി താഴുകയാണ്. ഓ നോ, എത്രയും വേഗം അവനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പരസ്പരം പറയും. പക്ഷേ അവനൊരു ജയന്റ് ആണ്, അത്ര എളുപ്പത്തിൽ അവനെ സേവ് ചെയ്യാൻ പറ്റില്ല. അത്രയും നേരവും പൈററ്റ്സ് എല്ലാവരും കരുതിയിരുന്നത് കാർപ്പിനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാമെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് കാർപ്പ് ആരാണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയത്. നേവി സോൾജേഴ്സ് ആണെങ്കിൽ വിളിച്ചു പറയും, കാർപ്പ് നേവിയുടെ തന്നെ അഭിമാനമാണ്. അദ്ദേഹം ലെജൻഡറി ഓഫീസറാണ്. സോ അദ്ദേഹത്തിന് മുൻപിൽ ആർക്കും ബീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയില്ല. കാർപ്പാണെങ്കിൽ പൊട്ടിച്ചിരിച്ച്, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ റിയൽ ഗെയിം അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ആ നീണ്ട മൂക്കം വില്ലൻ അവൻ അങ്ങനെ കടന്നു വരിക. ഇവിടേക്ക് ആര് വന്നാലും അവർ ജീവനോടുകൂടെ കടന്നു പോവില്ല. ലെജൻഡറി പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിലും പൈററ്റ് കിങ് ആണെങ്കിൽ പോലും ഞാൻ അവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. ആ വാസ്കോ പൈററ്റ് വില്ലനാണെങ്കിൽ അവൻ്റെ വായിലേക്ക് ഡ്രിങ്ക്സ് ഒഴിച്ച് അത് പുറത്തേക്ക് തീ കത്തിച്ച് തുപ്പുകയാണ്. പക്ഷെ നമ്മുടെ കാർപ്പാണെങ്കിൽ ബുദ്ധിമാനാണ്. അവൻ നൈസായിട്ട് അവിടെ കിടന്ന പൈററ്റ്സുകളെ തൂക്കിയെടുത്ത് അവരുടെ ബോഡിയിലേക്ക് ആ ഒരു ഫയർ സ്പ്രെഡ് ചെയ്ത് വിടും. അതിനുശേഷം ആ ഐലാൻഡിന്റെ നാനാ ഭാഗത്തേക്ക് അവരെ വലിച്ചെറിയാണ്. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും തീജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാർപ്പ് അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ ഐലാൻഡ് മുഴുവനായിട്ടും കത്തി എരിയിക്കാനായിട്ട് തുടങ്ങും. ബ്ലാക്ക് ബിയർഡിന്റെ വലിയൊരു ഡ്രീം, അവന്റെ ടെറിട്ടറിയാണ് ഇപ്പൊ കാർപ്പ് ഇല്ലാതാക്കുന്നത്. സോ തീർച്ചയായിട്ടും നേവിക്കെതിരായി ബ്ലാക്ക് ബിയർഡ് എന്തെങ്കിലും ചെയ്യുമെന്ന് കാർപ്പിന് നന്നായിട്ട് അറിയാം. ഇവിടെ അയർലാൻഡ് പോലും ഇപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ അവക്കിജി അവനാണെങ്കിൽ ഫിസാക്കി മാറ്റിയ ഹിബരിയെ പതിയെ പതിയെ നോർമൽ ആക്കുകയാണ്. ഓൾമോസ്റ്റ് ബ്ലാക്ക് ബിയർഡ് പിടിച്ചു വെച്ചിരുന്ന നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും സേവ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മറ്റുള്ളവരെയും ഒന്നൊന്നായിട്ട് രക്ഷിച്ച് ആ ഒരു അയർലാൻഡ് അത് മുഴുവനായിട്ടും കാർപ്പും ടീമും ചേർന്ന് നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് കണ്ട് ഒരുപാട് സന്തോഷവും അഭിമാനവും. അവളാണെങ്കിൽ കാർപ്പിനെ ഇൻഫോം ചെയ്യും, എത്രയും വേഗം നമുക്കിവിടുന്ന് പോകണം, എല്ലാവരും കപ്പലിൽ കയറി കഴിഞ്ഞു, ഇനി നീയും കണ്ണാടി പയ്യനും എൽമപ്പോവും, നിങ്ങൾ മാത്രമേ കപ്പലിലേക്ക് തിരികെ വരാനുള്ളൂ. അത് കേട്ട് കാർപ്പാണെങ്കിൽ തിരികെ പോകാൻ തയ്യാറെടുക്കും. അപ്പോഴായിരിക്കും ആ വക്കിജി അവൻ അവിടേക്ക് വീണ്ടും ഒരു എൻട്രി കൂടെ കൊടുക്കുക. കാർപ്പാണെങ്കിൽ തീർത്തു പറയും, നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണോ? ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതിന് മുൻപ് കാർപ്പാണെങ്കിൽ വിളിച്ചു പറയും, നമ്മൾ എല്ലാവരെയും സേവ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ രക്ഷപ്പെടുക എന്നത് മാത്രമാണ് അവസാനത്തെ കാര്യം. ആർക്കും ജീവൻ നഷ്ടപ്പെടാനായിട്ട് പാടില്ല, എത്രയും വേഗം ഈ വില്ലന്മാരെ തല്ലിക്കൊന്ന് കപ്പലിലെത്തണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ഓരോരുത്തരായിട്ട് വില്ലന്മാരെ തകർക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു പെണ്ണ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേൾക്കുക. അവളെ ഏതോ ഒരു പൈറട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവിടേക്ക് ഓടി അടുക്കും. കണ്ണാടിപ്പയ്യന്റെ ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും നീ അവിടേക്ക് പോകരുത്, നമ്മളെല്ലാവരെയും സേവ് ചെയ്ത് കഴിഞ്ഞു, അതൊരു ട്രാപ്പാണ്. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും കണ്ണാടിപ്പയ്യൻ ക്ലോസ് എത്തും. അടുത്ത നിമിഷം അവന്റെ പുറകെ ഒരു ഇൻവിസിബിൾ സ്ക്വാഡ് അവനെ കുത്താനായിട്ട് പാഞ്ഞു വരികയാണ്. ജസ്റ്റ് മിസ്സിന് കാർപ്പ് ആളാണെങ്കിൽ ചാടി വന്ന് ആ കണ്ണാടിപ്പയ്യനെ തള്ളി മാറ്റും. ആ സ്ക്വാഡ് അത് കാർപ്പിന്റെ ബോഡിയിൽ അങ്ങനെ കുത്തി ഇറങ്ങി ചോര തുളുമ്പി കാർപ്പ് അങ്ങനെ അട്ടിച്ച് താഴെ വീഴുകയാണ്. അത് കണ്ട് കണ്ണാടിപ്പയ്യനും ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കാവും. ഇവിടെ കാർപ്പാണെങ്കിൽ അവന്റെ ബോഡിയിൽ ഇൻവിസിബിളായി വന്ന സ്ക്വാഡ് കുത്തി ഇറക്കിയ ആളെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ വിസിബിൾ ആവും. അവൻ മറ്റാരുമല്ല,
സാക്ഷാൽ ഷെരിയു. കാർപ്പാണെങ്കിൽ ടെൻഷനായിട്ട് അവനോട് ദേഷ്യപ്പെടുകയാണ്. അതേസമയം ഇവിടെ പൈററ്റ്സുകൾക്ക് ഭയങ്കര സന്തോഷം. കാരണം നേവി ടീമിലെ ഏറ്റവും വലിയ പവർഫുൾ പേഴ്സൺ അത് കാർപ്പാണ്. കാർപ്പിനാണ് ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഏറ്റത്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടി വരികയാണ്. പൈററ്റ്സുകളെല്ലാം തന്നെ ഞൊടിയടയിൽ കാർപ്പിനെ അറ്റാക്ക് ചെയ്യാൻ റൗണ്ട് ചെയ്ത് പാഞ്ഞു വരികയാണ്. കണ്ണാടിപ്പയനാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞ് കണ്ണാടിപ്പയനാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അതിന് കാർപ്പ് ആളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. ആ ഷിരിയു, അവന്റെ ലക്ഷ്യം ഞാനായിരുന്നു. നിന്നെ തകർക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് തടയുമെന്ന് അവന് നന്നായിട്ട് അറിയാം. സോ അവന്റെ പ്ലാനിൽ കറക്റ്റായിട്ട് ഞാൻ വീണു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, കപ്പലിലേക്ക് പോകണം. കട്ട് ചെയ്ത ഇവിടെ ആ ഷിരിയു, അവനാണെങ്കിൽ വായിലൂടെ മൂക്കിലൂടെ ചോര തുളുമ്പി കാർപ്പിനെ കുത്തിയ സന്തോഷത്തിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാർപ്പിന്റെ 3 മില്യൺ ബറീസ് അതെടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് പൈററ്റ്സുകൾ കാർപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കുകയാണ്. അവക്കിജി ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിച്ച് അവന്റെ തന്നെ അസിസ്റ്റൻസിനെ ചീത്ത വിളിക്കും. ഓ നോ, നിങ്ങളെ കൊണ്ട് കാർപ്പിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ കാർപ്പ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മുൻപോട്ടേക്ക് ഓടെ അവന്റെ ആൾക്കാരെ തന്നെ ഫ്രീസ് ചെയ്ത് കാർപ്പിനെ ലക്ഷ്യമാക്കി വരും. 3 ബില്യൺ ബറി, അതാണിപ്പോൾ അവന്റെയും ഏക ലക്ഷ്യം. ആക്ച്വലി ഇവൻ കാർപ്പിന്റെ ശിഷ്യനാണ്. ഇപ്പോൾ അതേ ശിഷ്യൻ തന്നെ അവന്റെ ഗുരുവിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ കാർപ്പ് അവൻ വരെ ആളുടെ ബോഡിയിൽ ബാക്കി നിൽക്കുന്ന എനർജി അത് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്ത് കൈ ചുരുട്ടി പഞ്ച് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ക്ലോസ് എത്തുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കാർപ്പ് ആൾ ട്രെയിനിങ് എടുക്കുന്നത് കണ്ട് അവക്കിജിക്കും കാർപ്പിനെ പോലെ തന്നെ ട്രെയിനിങ് എടുത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. അതിനെ ചൊല്ലി അവൻ കാർപ്പിന്റെ അടുത്തേക്ക് വന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. കാർപ്പാണെങ്കിൽ ആദ്യം അവനെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ അവനാണെങ്കിൽ പിന്മാറാതെ കാർപ്പ് ചെയ്യുന്നത് പോലെ തന്നെ പഞ്ച് ചെയ്യാനായിട്ട് ആരംഭിക്കും. അങ്ങനെ അവരുടെ ട്രെയിനിങ് അത് ഒരുമിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോയി ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ ഷെയർ ചെയ്ത് അവർക്കിടയിൽ ഒരു ബോണ്ട് വളർന്നു വരികയാണ്. ആ വോഹർ ഐലാൻഡ് ഇൻസിഡന്റ് അത് കണ്ടതിന് ശേഷമാണ് അക്കേനോയ്ക്ക് നേവിക്കാരോടുള്ള ഒരു ഇഷ്ടക്കുറവ് അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റിസ് എന്ന പേരിൽ അവർ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ന്യായമായിട്ട് അവന് തോന്നിയിട്ടില്ല. അവൻ ആ കാര്യങ്ങൾ കാർപ്പിനെ അറിയിച്ചു. പക്ഷെ കാർപ്പാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആളുടെ ട്രെയിനിങ് മുൻപോട്ടേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കാർപ്പാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവക്കിജിയോട് പറയും, എന്റെ ഗ്രാൻഡ് സൺ അവനും ഇപ്പോൾ ഒരു പൈലറ്റായി മാറിയിരിക്കുകയാണ്. നേവിയിലെ ഏറ്റവും വലിയൊരു ഓഫീസറാണ്. എന്റെ ഗ്രാൻഡ് സൺ ഒരു പൈലറ്റായി മാറിയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ അറിഞ്ഞും പുറഞ്ഞും ആണെങ്കിൽ അച്ചരം പൊച്ചറം അവനെ അറ്റാക്ക് ചെയ്യാണ്. ആൾക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ 2 മിനിറ്റ് കഴിയുമ്പോൾ ആളാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഡ്രിങ്ക്സും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അവക്കിജിയോട് പറയും, കുഴപ്പമില്ല, ഞാനൊരു നേവി ഓഫീസറാണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവക്കിജി അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് ഒരു പാമ്പിനെയാണ്. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫുൾ ഫോഴ്സ് എടുത്ത് പരസ്പരം പഞ്ച് ചെയ്യുകയാണ്. അവരുടെ രണ്ടുപേരുടെയും പരസ്പരമുള്ള പഞ്ചില് വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ആയി രണ്ടുപേരും തെറിച്ചുപോയി അടിച്ചു വീഴുകയാണ്. കാർപ്പിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് ബാക്കിയുള്ള വില്ലന്മാരെ തല്ലി കൊല്ലും. അവരുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും തിരികെ കപ്പലിലെത്തി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുക എന്നതാണ്. ഇവിടെ ഹിബരി ആണെങ്കിൽ ബാക്ക് ടു നോർമലായി. അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത ഇവിടെ ആ ജയന്റ് ബിൽഡിങ് അവനാണെങ്കിൽ കണ്ണാടിപ്പയ്യനോട് വിളിച്ചു പറയും, നിങ്ങൾ എന്ത് കരുതി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാമെന്നോ? ആക്ച്വലി ഞങ്ങളുടെ പവർ അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും നേരവും ഞാൻ ക്ഷമിച്ചത് എൻ്റെ ഐലാൻഡിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയാണ്. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവനോടുകൂടെ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ഐലാൻഡിനും അതുകൊണ്ട് നെഗറ്റീവായിട്ട് കുറച്ച് ഇമ്പാക്ട്സ് ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനിപ്പോൾ എഴുന്നേൽക്കുകയാണ്. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സുകൾ അതൊന്നൊന്നായിട്ട് തകർന്നു വീഴാനായിട്ട് തുടങ്ങും. അവിടെയുള്ള പൈററ്റ്സ് തന്നെ ആ കുഴികൾക്കിടയിലേക്ക് വീണ് മരിക്കാനായിട്ടും തുടങ്ങും. ആ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ നീളമുള്ള കൈകൾ ഇപ്പൊ നേവി കപ്പലിന് നേരെ കൊണ്ടുപോവാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ അത് തടയാൻ ശ്രമിക്കും. ആ സമയം അവൻ കാർപ്പിന്റെ ശബ്ദം കേട്ട് കാർപ്പിനെ നോക്കും. കാർപ്പാണെങ്കിൽ നിസ്സഹായനായിട്ട് വീണ് കിടക്കുകയാണ്. അത് കണ്ട് അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.